ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ ഈ ആറ്റക്കോയ തങ്ങൾ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമാണ്. അദ്ദേഹം വിയർപ്പൊഴുക്കി പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ്, അധ്വാനിക്കുന്നുണ്ട്, വെറുതെ ഒന്നും പൈസ ഉണ്ടാക്കുന്ന ഒരാളല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഡ്രസ്സിലേക്ക് നോക്കി, അദ്ദേഹം വെട്ടി വിയർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. അദ്ദേഹത്തെ പറഞ്ഞു തിരുത്തലൊന്നുമല്ല നമ്മുടെ പണി. ഞാനൊരു കാര്യം നിങ്ങളോട് ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം റബ്ബും ആയിക്കോട്ടെ, നമുക്കൊന്നും അദ്ദേഹത്തിന് അങ്ങനെ എപ്പോഴും വിമർശിച്ച് അതൊരു മോശമല്ല, അത് പോട്ടെ. ഈ ആമീൻ ഉണ്ടല്ലോ, ഈ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ദ്വായുടെ ആമീൻ, നിങ്ങൾ ഈ പരിപാടി ഒന്ന് ശ്രദ്ധിക്കുന്നതിൽ അവഗണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭാര്യമാർ ഈ പറമ്പിലാണ് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ അവിടുന്ന് അയക്കുന്ന പൈസ ഈ പറമ്പിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട്ടേക്കുള്ള യാത്രാവേളയിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവരെന്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഭാര്യയുടെ വായിൽ പെട്ടെന്നൊരു വർത്താനം വന്നു. അതെനിക്ക് ഒരു അസ്വസ്ഥ തോന്നി. എനിക്ക് ഉസ്താദന്മാരോടൊക്കെ ഭയങ്കര വെറുപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള സ്വാത്വികരായ ചില ഉസ്താദന്മാരെ പേര് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വിമർശിക്കുന്നതിൽ ഇവരൊക്കെ പെടൂല, ഇവരൊന്നും ഒരു ചൂഷകരല്ലല്ലോ. അപ്പൊ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ എന്തുകൊണ്ട് ഈ ഉസ്താദന്മാരോടുള്ള വിരോധം ഉണ്ടാകാനുള്ള കാരണം എന്റെ മുഖഭാവം മാറിയതവർക്ക് വിഷമായി, ട്രിഗറായി എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഇവരുടെ ഉമ്മ, അതായത് ഈ സംസാരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ ഉമ്മ, അമ്മായിയമ്മ, അവരുടെ കഴുത്തിൽ ഒരു 4.5 പവന്റെ മാല കിടപ്പുണ്ടായിരുന്നു. അവരുടെ മറ്റു മക്കളെല്ലാം കൂടെ ചേർന്ന് മുമ്പ് മേടിച്ചു കൊടുത്ത ഈ ഉമ്മ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ കുടുംബത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. ഉമ്മയുടെ ഗുളികയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവൻ കൂലിപ്പണി എടുത്തിട്ടാണ് വാങ്ങിക്കൊടുക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ല, 6-7 വർഷമായിട്ട് വാടക താമസിക്കുക. 29-ാം തീയതി എത്തുമ്പോഴത്തേക്ക് ഗിടുകിടാ പിറക്കും, കാരണം ഈ വാടക പൈസ കൊടുക്കേണ്ടതാ. അങ്ങനെ ഈ മകൻ ഒരു കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ഉമ്മാക്ക് മരുന്ന് മേടിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഒരു സുപ്രഭാതത്തില് ഉമ്മയുടെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ ഈ 4.5 പവന്റെ മാല കാണുന്നില്ല. അപ്പൊ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ വലിയ ക്യൂരിയോസിറ്റി എടുത്തിട്ടുണ്ടിരിക്കുക, എന്താ സംഭവം എന്നറിയാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ആ ഓൺലൈൻ മജ്‌ലിസിന്റെ പേര് പറയും, അത് അവരെ ആക്ഷേപിക്കലായി പോകുമെന്നുള്ളതുകൊണ്ടാണ്, ആരെയും പ്രയാസപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട്. വളരെ പ്രസിദ്ധമായ ഒരു ഓൺലൈൻ മജ്‌ലിസാണ്. എല്ലാ ദിവസവും രാവിലെ 40,000-50,000 ആളുകൾ തത്സമയം വരുന്ന പരിപാടിയാണ്. ഈ ഉമ്മ അതിനെ കൂലി കൊടുത്തു. അള്ളാഹു അമ്മക്ക് പ്രതിഫലം കൊടുക്കട്ടെ. നമ്മൾ കൊടുത്തതുകൊണ്ട് കൂലി കിട്ടത്തില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ സ്വന്തം മകൻ ഇത്രയും കൊടിയ ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോൾ ആ മകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ലേ കുറച്ചുകൂടി റബ്ബിന് തൃപ്തിയുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെ പല ആളുകളും പ്രവാസ ലോകത്ത് നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ അവരുടെ ഭാര്യമാർ ഇത്തരം പരിപാടികൾ കൊണ്ട് ചെലവഴിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത് എത്രയോ വളരെ പരാധീനത അനുഭവിക്കുന്ന അത് നിരാലംബരായ മനുഷ്യരുണ്ടെന്നറിയോ. ഞാനിപ്പോ സ്ഥിരം ഇപ്പൊ നമ്മുടെ പള്ളിയിൽ നിങ്ങൾക്കറിയാം, ഞാനിപ്പോ ഈ സമീപകാലത്തായിട്ട് ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്നോണ്ട് പറയാം, നമ്മുടെ അടുത്ത് വരുന്ന ഓരോ കേസുകളും അവരുടെ ആ പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാമോ. നിസ്സംഗരായി നമ്മളിങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളല്ലേ. ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ആണ്, വളരെ പ്രയാസമാണ്, 3 പെൺമക്കളാണ്, വീടില്ല, രോഗമാണ് എന്നൊക്കെ അവരുടെയൊക്കെ പറയുമ്പം അവർക്കുണ്ടാകുന്ന ആ ഒരു സങ്കടം അല്ലെങ്കിൽ സഹാനുഭൂതി കൊണ്ട് അവരെന്തെങ്കിലും അയച്ചു വരുമ്പോൾ അവർക്ക് കൊടുക്കലാണ് സാധാരണ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ കണ്ടു കാണും. ഒരു ക്യാൻസർ രോഗിയാകുമ്പോൾ എന്റെ മുമ്പിൽ വന്ന ആ സോഫയിലും കിടക്കുകയാണ്, വയ്യ, ഈ മോക്കെ ചെയ്ത് കൈയൊക്കെ കറുത്തു. അവിടെ ഇങ്ങനെയുള്ള മനുഷ്യരെ സഹായിക്കടാ. അള്ളാഹ്ക്ക് എന്ത് തൃപ്തിയാടാ, നിനക്ക് എന്തെല്ലാം പ്രതിഫലം കിട്ടും. അവർക്ക് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. വിവാഹപ്രായം എത്തിയിട്ട് പണമില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ധനമില്ലാത്തതിന്റെ പേരിൽ പരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ. രോഗം കൊണ്ട് വിഷമിച്ച് ഒരു നേരത്തെ ഗുളികൾക്കും മരുന്നിനും വകയില്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ കൂടി റബ്ബിനാവുന്ന കൂലി കിട്ടും. എത്രയോ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ലോകോത്തര നിലവാരത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന അടിപൊളി സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവര് പോലും റിസീവർമാരെ വെച്ച് ആളുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. കാരണം ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ മക്കളെയൊക്കെ പ്രാപ്തരാക്കാൻ വേണ്ടി, നിന്റെ മക്കളൊക്കെ പഠിച്ചു വളരാൻ വേണ്ടി. നമ്മളിതുപോലെ അറിയും, നമ്മൾക്കൊരു കുട്ടീനെ കൊണ്ട് സ്ഥാപനത്തിൽ ചേർക്കൽ മാത്രമേ ഉള്ളൂ. അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ പുസ്തകം, അവന്റെ കിതാബ്, ഇതെല്ലാം സ്ഥാപനങ്ങളെ കൊടുക്കുന്നത്. അവർക്കൊരു വകയില്ല, ഒരു വഴിയില്ല, അവർ കൈ നീട്ടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ കൊടുത്താൽ ഒരു കുട്ടിക്ക് ഒരു കിതാബ് വാങ്ങാനെങ്കിലും പൈസ കിട്ടിയാൽ അവനത് പഠിച്ച് ലോകാവസാനം വരെ ആ വിജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടൂലേ? നല്ലൊരു ചോയ്സ് അല്ലേ? അങ്ങനെ ചെയ്തൂടെ? അള്ളാഹു പ്രതിഫലം തരാം.